Hi all, in this video I am going to discuss about the traditional cisc machines. cisc means complex instruction set computers, and this is a microprocessor design and it is mainly used in automation devices. The main features of cisc machines are it contains relatively large and complicated instruction set. ഇങ്ങനെ ഇതിൽ ലാർജ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ഉണ്ട്, ഡിഫറെൻറ്റ് അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. സോ ദി മെയിൻ ആർക്കിടെക്ചേഴ്സ് അണ്ടർ ദിസ് cisc category are VAX and Pentium Pro. So let us discuss about the VAX architecture. Actually, this VAX architecture, VAX family of computers are introduced by DEC, Digital Equipment Corporation. So the main architectural features of VAX are memory, registers, data format, instruction format, addressing modes, instruction set, and input-output. So let us discuss about the memory. In the memory of a VAX architecture contains, just we have to discuss only 2 points. First one is byte addressable memory and second one is virtual address space. So let us start about byte addressing. Byte addressing means data can be accessed as bytes. That means a cell consists of data space as bytes. This is the default memory configuration. We can access data through byte addressing. Okay. അപ്പോൾ ഇതിൻ്റെ മെമ്മറി ബൈറ്റ് അഡ്രസ്സിംഗ് സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡേറ്റയെ നമുക്ക് ബൈറ്റ്സ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലും ഇതിൽ എക്സ്ട്രാ ആയിട്ട് 4 ടൈപ്സ് ഓഫ് മെമ്മറി കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് വേർഡ്, ലോങ് വേർഡ്, ക്വാഡ് വേർഡ്, ഒക്ടാ വേർഡ്. വേർഡ് മീൻസ് 2 bytes, long word 4 bytes, 8 bytes constitute quad word and 16 bytes constitute octa word. Then second point is all VAX program can operate on a virtual address space, and total virtual address space available for VAX architecture is 2^32 bytes. So ഇതിൽ ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റ് ആണ് വിർച്വൽ മെമ്മറി കോൺസെപ്റ്റ്. എന്താണ് ഈ വിർച്വൽ മെമ്മറി? Actually, virtual memory means it allows program to operate and access to a extremely larger memory regardless of the amount of memory actually present on a system. അതായത് മെമ്മറി ഒരു സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി വളരെ കുറവാണെങ്കിലും നമുക്കൊരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാനോ സ്റ്റോർ ചെയ്യണമെങ്കിലോ ഒരു ലാർജർ മെമ്മറി അവൈലബിൾ ആണ് എന്നുള്ള ഒരു ഫീലിംഗ് യൂസർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് വിർച്വൽ മെമ്മറി കോൺസെപ്റ്റ്. സോ വിർച്വൽ മെമ്മറി കോൺസെപ്റ്റിൽ സ്പേസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സിസ്റ്റം സ്പേസും പ്രോസസ് സ്പേസും. ഈ സിസ്റ്റം സ്പേസ് എന്ന് പറയുന്നത് ദാറ്റ് കണ്ടെയ്ൻസ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഇസ് ഷെയർഡ് ബൈ ഓൾ പ്രോഗ്രാംസ്. ഏതൊരു പ്രോഗ്രാംസും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്താണ്, നമുക്ക് പ്രോസസ് സ്പേസ് വേണം, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. അതിനുവേണ്ടി സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സിസ്റ്റം സ്പേസ്. ഓക്കെ. And next half is process space, which is defined for user defined program. User defined programine വേണ്ടി കൊടുത്തേക്കുന്ന സ്പേസ് ആണ് പ്രോസസ് സ്പേസ്. ഓക്കെ. സോ മെമ്മറി എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് വരുന്നത്? ബൈറ്റ് അഡ്രസ്സിങ്ങും വരുന്നുണ്ട്, പിന്നെന്താണ് വിർച്വൽ മെമ്മറി കോൺസെപ്റ്റും വരുന്നുണ്ട്. വിർച്വൽ മെമ്മറി കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ വിർച്വൽ മെമ്മറി 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സിസ്റ്റം സ്പേസും പ്രോസസ് സ്പേസും. സോ നെക്സ്റ്റ് വി മൂവ് ടു രജിസ്റ്റേഴ്സ്. VAX architecture supports 16 general purpose registers of 32-bit length. Okay. ഇതിനെ R0 to R15 എന്ന് ഡെസിഗ്നേറ്റ് ചെയ്തേക്കുന്നെങ്കിലും ചില രജിസ്റ്റേഴ്സിന് ചില പേരുണ്ട്. സോ ഫസ്റ്റ് വൺ R15 ഈസ് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ പോയിന്റ്സ് ടു ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. And next is R14, that is stack pointer. Stack pointer points to the top of the stack. Next R13 is frame pointer. ഫ്രെയിം പോയിന്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ വാക്സ് ആർക്കിടെക്ചറിലെ പ്രൊസീജിയർ കോൾ കൺവെൻഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് പ്രൊസീജിയർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊസീജിയർ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാക്ക് ഫ്രെയിം ഉണ്ട്, എന്ന് പറയുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ്.
വാക്സ് പ്രൊസീജിയർ കോൾ യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് സ്റ്റാക്ക് ഫ്രെയിം. ആ സ്റ്റാക്ക് ഫ്രെയിമിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോയിന്ററാണ് ഫ്രെയിം പോയിന്റർ. Then next is R12, that is argument pointer. Argument pointer is associated with a list of arguments in a procedure call. Procedure call arguments യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന പോയിന്ററാണ് ആർഗ്യുമെന്റ് പോയിന്റർ. ഇനി R6 to R11 എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. അതിന് സ്പെഷ്യൽ യൂസേജ് ഒന്നുമില്ല. R0 to R5 എന്ന് പറയുന്നതും ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. ബട്ട് അതെന്ന് പറയുന്നത് ചില മെഷീൻ ഇൻസ്ട്രക്ഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ 16 രജിസ്റ്റേഴ്സിനെ കൂടാതെ we have an extra register, that is PSL, process status long word. What is the function of PSL? Actually, this PSL contains state variables and flags associated with a process. Okay. So registers നമുക്ക് പറയേണ്ട എന്തൊക്കെയാണ്? General purpose register 16, then PSL. Then we move to data format. Like SIC XC machine, integers can be represented as binary numbers in byte word, long word, quad word, and octa word form. 2's complement representation is used for representing negative numbers and 8-bit ASCII code for characters. Floating point representation എന്ന് പറഞ്ഞാൽ 4 different type of floating point representation ഉണ്ട്. അതിൽ സ്റ്റാൻഡേർഡ് വാക്സ് മെഷീൻ സപ്പോർട്ട് ചെയ്യുന്നത് 2 ഫോർമാറ്റും അഡ്വാൻസ്ഡ് ആർക്കിടെക്ചർ സപ്പോർട്ട് ചെയ്യുന്നത് 2 ഫോർമാറ്റുമാണ്. അങ്ങനെ ടോട്ടൽ ഓഫ് 4 ഫോർമാറ്റ്സ് ആർ അവൈലബിൾ. And its length ranging from 4 to 16 bytes. ഇനി പുതിയതായിട്ട് വരുന്ന 4 ഫോർമാറ്റ് ആണ്. 2 ഫോർമാറ്റ് ആണ് പാക്ഡ് ഡെസിമൽ ഫോർമാറ്റും ന്യൂമറിക് ഫോർമാറ്റും. ഇതിലെ പാക്ഡ് ഡെസിമൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡെസിമൽ ഡിജിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ ഡിജിറ്റിനെയും റെപ്രസെന്റ് ചെയ്യുന്നത് 4 ബിറ്റ്സ് വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ 14 എന്ന് പറയുന്ന ഒരു ഡെസിമൽ ഡിജിറ്റിനെ എനിക്ക് റെപ്രസെന്റ് ചെയ്യണം. ആ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അതിൽ എന്താണ് ചെയ്യുന്നത്? 0001 0100, അതായത് 4 ബിറ്റ് വെച്ചാണ് ഓരോ ഡിജിറ്റിനെയും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന് പറയുന്ന പേരാണ് പാക്ഡ് ഡെസിമൽ ഫോർമാറ്റ്. ഇനി പാക്ഡ് ഡെസിമൽ ഫോർമാറ്റിൽ നമുക്ക് സൈന് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ആ സൈനെയും നമ്മളൊരു 4 ബിറ്റ് ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ന്യൂമറിക് ഫോർമാറ്റ്. ന്യൂമറിക് ഫോർമാറ്റിൽ എന്ന് പറഞ്ഞാൽ ന്യൂമറിക് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു റെപ്രസെന്റ് ന്യൂമറിക് വാല്യൂസ് വിത്ത് 1 ഡിജിറ്റ് പെർ ബൈറ്റ്. 1 ഡിജിറ്റ് പെർ ബൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെസിമൽ, ഇത് 14 തന്നെ തന്നേക്കുന്നു. ഈ 14ൽ നമ്മൾ ഓരോ ഡിജിറ്റിനെയും റെപ്രസെന്റ് ചെയ്യാനായിട്ട് 8 ബിറ്റ് യൂസ് ചെയ്യും. അതായത് 1ന് കറസ്പോണ്ടിങ്, ഈ 1ന് കറസ്പോണ്ടിങ് എന്താണ്? 00000001. 4ന് കറസ്പോണ്ടിങ് 00000100. ഇനി ഈ ന്യൂമറിക് ഫോർമാറ്റിൽ ഹൗ വി ക്യാൻ റെപ്രസെന്റ് എ സൈൻ? Sign can be represented as a trailing numeric or leading separate numeric. Trailing numeric എന്ന് പറഞ്ഞാൽ എന്താണ്? Trailing numeric എന്ന് പറഞ്ഞാൽ sign may appear in the last byte. Last byte ആയിട്ടാണ് sign represent ചെയ്യുന്നതെങ്കിൽ it's trailing numeric. And leading separate numeric എന്ന് പറഞ്ഞാൽ sign can be expressed as a separate byte preceding the first digit. Okay, that is known as leading separate numeric. ഇനി ഡേറ്റ ഫോർമാറ്റിൽ എന്ന് പറഞ്ഞാൽ ഡേറ്റ ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുന്നു. ഏതിനെയൊക്കെയാണ്? ക്യൂയെയും വേരിയബിൾ ലിങ്ക് സ്ട്രിങ്സിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വാക്സിന്റെ അഡീഷണൽ ഫീച്ചർ ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വി മൂവ് ടു ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്. വാക്സ് മെഷീൻ ആർക്കിടെക്ചർ യൂസ് വേരിയബിൾ ലെങ്ത് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് as we already studied in SIC XC, that format 3 and format 4 are available. The 2 formats supported by VAX machine. ഇനി ഇതിലെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നതിന് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ട്. അതായത് ഓപ്പ് കോഡ് ഫോളോഡ് ബൈ അപ് ടു 6 ഓപ്പറാൻഡ് സ്പെസിഫയേഴ്സ്. ഓപ്പ് കോഡ് എന്ന് പറയുന്നത് 1 or 2 ബൈറ്റ്സ് ആയിരിക്കും. പിന്നീട് എന്താണുള്ളത്? ഓപ്പറാൻഡ് സ്പെസിഫയേഴ്സ് ഉണ്ട്. ഓപ്പറാൻഡ് സ്പെസിഫയേഴ്സ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഏത് ടൈപ്പ് അഡ്രസ്സിംഗ് മോഡാണ് ആ പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്നതെന്നുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് ഓപ്പറാൻഡ് സ്പെസിഫയേഴ്സിനെ യൂസ് ചെയ്യുന്നത്. Then we move to addressing modes. VAX architecture supports
a large number of addressing modes. First one is register addressing mode. Register addressing mode എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, one of the operand എന്ന് പറയുന്നത് എന്താണ്? Register ആണ്. Then it is known as register addressing mode. Then second one is register deferred mode. Register deferred mode means memory address can be specified by a register. Then it is known as register deferred mode. Then next is auto increment and auto decrement mode. Auto increment and auto decrement mode means രജിസ്റ്റർ കണ്ടന്റിനെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യോ ഡിക്രിമെന്റ് ചെയ്യോ ചെയ്യുന്ന ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ ആ അഡ്രസ്സിംഗ് മോഡ്സിനെ പറയുന്ന പേരാണ് ഓട്ടോ ഇൻക്രിമെന്റ് ആൻഡ് ഓട്ടോ ഡിക്രിമെന്റ് മോഡ്. Then base relative and program counter addressing mode, we already discussed about these two. Then indirect addressing mode, that is known as deferred addressing mode. Deferred addressing mode എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മെമ്മറിയോ രജിസ്റ്ററോ യൂസ് ചെയ്യുന്നെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് വേയിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിഫേർഡ് മോഡ്സ്. അതിൽ ചിലപ്പോൾ ഇൻഡെക്സ് രജിസ്റ്റർ ഇൻക്ലൂഡഡ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ഇൻവോൾവ് ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് എന്താണ്? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിനെ നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്? ഹാഷ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടെങ്കിൽ അതായത് ഓപ്പറാൻഡ് സൈഡിൽ ഹാഷ് എന്ന് പറയുന്ന സിമ്പിൾ ഉണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. So next we move to instruction set. Instruction set പറയുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് പറയേണ്ടത് instruction mnemonic followed by VAX. That instruction mnemonic consists of a prefix, suffix and a modifier. Prefix specifies what type of operation performing and suffix specifies the data type of operand, and finally the modifier gives the number of operand involved in that operation. Example, add W2 mul L3 CVT WL. So this add is the prefix. Prefix means prefix specifies type of operation. This is the addition operation, so add is prefix. W indicate word. Word means suffix. Suffix indicate data type of operand. This is word. Word is the data type. Then 2 indicate number of operands involved. That is the modifier. Then in this instruction, mul is prefix L. L എന്ന് പറയുന്നത് എന്താണ്? Long word. This is suffix and 3 is number of operands involved. Then in this instruction, CVTWL. CVTWL specifies conversion of a word to long word. ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പറാൻഡിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദിസ് ഇസ് എ കൺവേർഷൻ ഇൻസ്ട്രക്ഷൻ. ദെൻ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ എന്ന് പറഞ്ഞാൽ മാക്സ് സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ, ഡേറ്റ മൂവ്മെന്റ്, കൺവേർഷൻ, കമ്പാരിസൺ ആൻഡ് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ. ഇനി ഇതല്ലാതെ ലോഡ് ആൻഡ് സ്റ്റോർ ഓഫ് മൾട്ടിപ്പിൾ രജിസ്റ്റേഴ്സ്, ക്യൂ മാനിപ്പുലേഷൻ, വേരിയബിൾ ലെങ്ത് ബിറ്റ് ഫീൽഡ്, ഇതിനെയെല്ലാം മാക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. A single instruction save a designated set of registers, passes a list of argument to procedure, maintain a stack frame, argument pointer, and set a mask to enable error traps for arithmetic operation. ഇത് ഇത്രയാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ വരുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ പറയേണ്ടത് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്ന ന്യൂമോണിക് ഫോർമാറ്റ്, പ്രിഫിക്സ്, സഫിക്സ് ആൻഡ് മോഡിഫയർ. Then instruction used for computation, data movement, conversion, branching, comparison. Then a single instruction is used to save a designated set of registers, passes a list of arguments to a procedure, maintains a stack frame, an argument pointer, and set a mask to enable error traps for arithmetic operation. ഇത്രയും കാര്യങ്ങളാണ് ഇൻസ്ട്രക്ഷൻ സെറ്റിലുള്ളത്. And finally, input and output. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു പർട്ടിക്കുലർ ഡേറ്റയെ ഇൻപുട്ട് ചെയ്യുക, അതിനെ എന്ത് ചെയ്ത് സെൻഡ് ചെയ്ത് ഔട്ട്പുട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് കൺട്രോളേഴ്സ് ആണ്. അപ്പം ഈ ഡിവൈസ് കൺട്രോളേഴ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ട്, അതായത് എപ്പം ഡേറ്റയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ട് IO ഡിവൈസ് ഡ്രൈവേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ IO ഡിവൈസ് ഡ്രൈവേഴ്സ് കമാൻഡ്സിനെ ഇഷ്യൂ ചെയ്യും. ആർക്ക്? ഡിവൈസ് കൺട്രോളേഴ്സിന് കമാൻഡ്സിനെ ഇഷ്യൂ ചെയ്യും. എന്തിനു വേണ്ടി?
ഡേറ്റയെ സ്റ്റോർ ചെയ്യാനും അപ്രോപ്രിയേറ്റ് രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിക്കാനും ഫിസിക്കലി അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിൽ ഡേറ്റയെ സ്റ്റോർ ചെയ്യാനുമുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇഷ്യൂ ചെയ്യുന്നത് ഡിവൈസ് ഡ്രൈവേഴ്സ് ആണ്, IO ഡിവൈസ് ഡ്രൈവേഴ്സ്. ഇനി ഇതെല്ലാം ചെയ്യാനായിട്ട് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് സ്പേസും അവൈലബിൾ ആണ്. ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്പേസിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സോ ഇത്രയാണ് വാക്സ് ആർക്കിടെക്ചർ.